ഇന്ന് കാണിക്കുന്ന റെസിപ്പി ചപ്പാത്തിക്കും പൂരിക്കും അപ്പം ഇടിയപ്പം എല്ലാത്തിനും പറ്റിയ നല്ലൊരു ഗ്രേവിയാണ് ആലു മട്ടർ, അതായത് പൊട്ടറ്റോ പീസ് കറിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് കുക്കറിലും ചെയ്തെടുക്കാം, കുറച്ചുകൂടി സമയം ലാഭിക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കി എടുക്കണം. ഇതിന് നല്ലവണ്ണം അരച്ച് ഒന്ന് മാറ്റി വയ്ക്കണം. ഇനി കടായി വെച്ചിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി ഇത് 1/2 സ്പൂണോളം ജീരകം, ചെറിയ ജീരകം ചേർക്കുക. ഇതാ കൂടെ തന്നെ ചെറിയ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 2 ഏലക്ക, 1 ബേ ലീഫ് കൂടെ ചേർക്കുക. ഇതാ ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചി 1 സ്പൂൺ ചേർക്കുക. കൂടെ തന്നെ അതേ അളവിൽ വെളുത്തുള്ളിയുടെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർക്കുക. ഇനി ഇത് രണ്ടും ഒന്ന് മൂത്ത് വന്നോട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10-15 സെക്കൻഡിനുള്ളിൽ ഇത് മൂത്ത് വന്നോളും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ പ്രിസർവേറ്റീവായിട്ട് വിനെഗറൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ കൊത്തിയരിഞ്ഞ് ചേർക്കുക. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് തന്നെ ഈ റെസിപ്പിക്ക് ചേർക്കണം. ഞാനിത് ചോപ്പറിലാണ് അരിഞ്ഞെടുത്തത്. നമുക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഇനി ഈ സവാള നല്ലവണ്ണം വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാനിതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ചൂട് കട്ടിയുള്ള കടായി എടുക്കുകയാണെങ്കിൽ തീയെ വളരെ കുറച്ചിട്ടിട്ട് മൂടി വെച്ചാൽ മതിയാകും. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചാൽ മതിയാകും. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ചിലർക്ക് ഇങ്ങനെ ഇളക്കി ഒരേ ഇടത്തിൽ തന്നെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടി പറഞ്ഞാണ്. സവാള നല്ലവണ്ണം വഴന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കണം നല്ലവണ്ണം. ഇനി ഇതിലെ പൊടികൾ ചേർക്കാം. തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് ഒരു 1/4 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുക. അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി കൂടി ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. തീയെ നല്ലവണ്ണം കുറഞ്ഞു തന്നെ ഇരിക്കട്ടെ. നന്നായിട്ട് ഇത് ഇളക്കി ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം. പൊടിയുടെ ഒരു 10-15 സെക്കൻഡ് നേരത്തെ തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ഡിഷ് അധികം എരിയില്ലാതെ ചുമന്ന കളറിൽ തന്നെ ഇരിക്കണം. അതിനാണ് ഈ കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാൻ പറഞ്ഞത്. നല്ലവണ്ണം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തക്കാളി അരച്ച് വെച്ചിട്ടില്ലേ, അത് ചേർക്കുക. തക്കാളി ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കൂടെ ചേർക്കണം. തീയെ ഇനി അല്പം ഒന്ന് കൂട്ടി കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇനിയൊന്ന് ഇളക്കിയെടുത്ത് വഴറ്റിയെടുക്കണം. തക്കാളി അരച്ചത് കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. നല്ലവണ്ണം വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം, അതുവരെ വഴറ്റിയെടുക്കണം. തക്കാളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കാതിരിക്കുക. അതായത് പുളിയുള്ളതും പുളിയില്ലാത്ത തക്കാളി, അതായത് റൗണ്ടും ഓവൽ ഷേപ്പൊക്കെയുള്ള തക്കാളി ഉണ്ടല്ലോ, അപ്പോൾ മിക്സ് ചെയ്ത് ചേർക്കുക. ഒത്തിരി പുളി മുന്നേ നിൽക്കുന്ന രീതിയിൽ ഈ ഡിഷ് ചെയ്യരുത്. പുളി വേണം, പക്ഷേ അത് മിതമായിരിക്കണം, അത്രയേ ഉള്ളൂ. മസാലയൊക്കെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ആ സൈഡിൽ എണ്ണയൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വഴറ്റിയെടുക്കണം. ചില റെസിപ്പിക്കല്ലേ നമ്മളിങ്ങനെ മസാല വഴറ്റിയെടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ പിരിഞ്ഞ് ഇങ്ങനെ മസാല ഇങ്ങനെ ഉരുണ്ട് ചെയ്യുന്ന ഈ ഒരു പണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കണ്ണിനും മനസ്സിനും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടോ? ഇനി കാര്യത്തിലോട്ട് വരാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഗരം മസാല ഒരല്പം ചേർത്താൽ മതി. ഇത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ചേർത്ത് വീട്ടിലെ പൊടിച്ചാണ്, ഇല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന പൊടിയായാലും മതി. ഒരല്പം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് ഒരല്പം കൂടി ഒഴിക്കുന്നുണ്ട്. വെള്ളം ആവശ്യത്തിനായിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക.
വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഇതൊന്ന് പകുതി വേവിച്ചതാണ്. ഞാനിത് മൈക്രോവേവിനകത്ത് ഹൈ പവറിലിട്ടൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുത്താണ് ഒരു 3 മിനിറ്റ് നേരത്തേന്. വെള്ളം ഒഴിച്ച് പകുതി വേവിച്ചെടുത്താലും മതി. ആ വെള്ളത്തോടു കൂടി ചേർക്കാം. കൂടെ തന്നെ അരയോ 1 കപ്പോ 3/4 കപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പച്ചപ്പട്ടാണി ചേർക്കുക. ഫ്രോസൺ പട്ടാണി ആണെങ്കിലും ചേർത്താൽ മതി. പകുതി വേവിച്ച ഉരുളക്കിഴങ്ങ് വെള്ളത്തോടു കൂടിയാണ് ചേർക്കുന്നെങ്കിൽ പച്ചവെള്ളം മസാലയിൽ ഒഴിച്ചില്ലേ, അതൊഴിക്കുമ്പോൾ ഈ വെള്ളം കൂടെ അനുസരിച്ച് ഒഴിച്ചാൽ മതി. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വേകുന്നത് വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം 2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. വെന്തതിന് ശേഷം ഇടയ്ക്ക് തുറന്ന് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വയ്ക്കുക. ഇതിൽ തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഉരുളക്കിഴങ്ങ് ഈ തക്കാളിക്കകത്ത് വേകാനായിട്ട് കുറച്ച് സമയം കൂടുതലായിട്ട് എടുക്കും. പകുതി വേവിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേവിക്കാതെയും വേണേൽ ഉരുളക്കിഴങ്ങ് ചേർക്കാവുന്നതാണ്, പക്ഷേ ഒരുപാട് സമയം എടുക്കും ഉരുളക്കിഴങ്ങ് വെന്ത് വരാനായിട്ട്. കുക്കറിലാണ് ഇത് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ പൊട്ടറ്റോയും പീസും എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിപ്പിച്ചിട്ട് പ്രഷർ മൊത്തം പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. കുറച്ചുകൂടി നിങ്ങൾക്ക് സമയം ലാഭിക്കാം. ഇപ്പോൾ ദാ ഇവിടെ ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഒരു 3-4 ഉരുളക്കിഴങ്ങ് കഷ്ണം ദാ ഇതുപോലെ ഒന്ന് ഉടച്ച് ഇതിലൊന്ന് ചേർത്തിളക്കുക. അപ്പോൾ കറിക്ക് കുറച്ചുകൂടി കൊഴുപ്പ് പിന്നെ ഒരു ടേസ്റ്റ് കൂടി കിട്ടും. ദാ കിഴങ്ങെല്ലാം വെന്തതിന് ശേഷം ഇനി ചേർക്കേണ്ടതാണ് കസൂരി മേത്തിയാണ്. ഒരു 3/4 സ്പൂണോളം എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കൈ വെച്ചിട്ട് ഒന്ന് ഞെരടി പൊടിച്ചിട്ട് അതുകൂടി ചേർക്കുക. കൂടെ തന്നെ കുറച്ചേറെ മല്ലിയിലയും ചേർത്തിരിക്കണം. കസൂരി മെത്തിയൊക്കെ ചേർത്തതിന് ശേഷം ഒത്തിരി ഒന്നും ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ 1-2 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ കുക്കറിൽ വേവിച്ചെടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഉരുളക്കിഴങ്ങ് പകുതി വേവിച്ചൊന്നും ചേർക്കേണ്ട, അങ്ങനെ കട്ട് ചെയ്ത് ചേർത്താൽ മതി. നിങ്ങൾ എടുക്കുന്ന തക്കാളിയുടെ അനുസരിച്ച് പുളിയിരിക്കും. പുളി ഒത്തിരി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ ചേർത്ത് ഇളക്കി ആ പുളി ബാലൻസ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. പച്ചപ്പട്ടാണിയുടെയൊക്കെ സീസണായി തുടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക്, കമൻറ്റ്, ഹൈപ്പൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.